നമസ്കാരം സുഹൃത്തുക്കളെ, ചരിത്രത്തിന്റെ നിഗൂഢമായ ഇടനാഴികളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇന്ന് അതിനിർണായകമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടുശീലിച്ച യുദ്ധങ്ങൾക്കും വിജയങ്ങൾക്കുമപ്പുറം മദീനയുടെ മണ്ണിൽ അധികമാരും ചർച്ച ചെയ്യാത്ത, എന്നാൽ ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ചില രക്തരൂഷിതമായ സംഭവങ്ങളുണ്ട്. ബദർ യുദ്ധത്തിന്റെ ആവേശത്തിൽ നിന്നും ഉഹദിലെ പതനത്തിലേക്കുള്ള ആ ഇടവേളയിൽ മദീനയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? വെറുമൊരു മതപ്രബോധകനിൽ നിന്നും ഒരു രാഷ്ട്രതന്ത്രജ്ഞനിലേക്കും സൈനിക മേധാവിയിലേക്കും മുഹമ്മദ് നബി വളർന്നത് എങ്ങനെയാണ്? അധികാരമുറപ്പിക്കാൻ നടത്തിയ ആ കരുനീക്കങ്ങൾ ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ വലിയ തർക്കവിഷയമാണ്. ചോരയും ചതിയും രാഷ്ട്രീയ തന്ത്രങ്ങളും ഒന്നുചേരുന്ന ആ നാളുകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ചരിത്രം അതിന്റെ പൂർണ്ണരൂപത്തിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വർത്തമാനകാലത്തെ വിലയിരുത്താൻ സാധിക്കൂ. ബദറിലെ അപ്രതീക്ഷിത വിജയം മുസ്ലിങ്ങൾക്ക് നൽകിയത് വലിയൊരു ഊർജ്ജമായിരുന്നു. പക്ഷേ ആ വിജയം മദീനയ്ക്കകത്ത് ചില അസ്വസ്ഥതകൾക്ക് വിത്തുപാകി. അന്ന് മദീനയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, ശക്തരായ ജൂതഗോത്രങ്ങളും ആചാരങ്ങൾ മുറുകെ പിടിക്കുന്ന അറബികളും അവിടെ വസിച്ചിരുന്നു. പുറത്തുനിന്നു വന്ന ഒരാൾ തങ്ങളുടെ നാട്ടിൽ അധികാരം സ്ഥാപിക്കുന്നത് അവരിൽ പലർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ആ കാലഘട്ടത്തിൽ ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള മറ്റൊന്നുണ്ടായിരുന്നു. അതായിരുന്നു കവിതകൾ. ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്രചാരണം പോലെയായിരുന്നു അന്ന് കവികളുടെ വാക്കുകൾ. ഒരു കവിതയ്ക്ക് ഒരു ഗോത്രത്തെ മുഴുവൻ യുദ്ധഭൂമിയിലേക്ക് നയിക്കാനോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ ജനമധ്യത്തിൽ വട്ടപൂജനാക്കാനോ ഉള്ള കരുത്തുണ്ടായിരുന്നു. മുഹമ്മദ് നബിക്കെതിരെ ഇത്തരത്തിൽ കവിതകൾ ആയുധമാക്കിയ ആദ്യത്തെയാൾ അബു അഫഖ് എന്ന വൃദ്ധനായിരുന്നു. 160 വയസ്സ് തികഞ്ഞ ആ മനുഷ്യൻ തന്റെ വരികളിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ മദീനക്കാരെ ഇളക്കിവിട്ടു. ഈ വയോധികന്റെ വാക്കുകൾ തന്റെ ഭരണകൂടത്തിന് വലിയ ഭീഷണിയാണെന്ന് പ്രവാചകൻ മനസ്സിലാക്കി. ചരിത്രരേഖകൾ പ്രകാരം ഈ വൃദ്ധനിൽ നിന്നും എന്നെ ആര് രക്ഷിക്കും എന്ന് നബി ചോദിക്കുകയും സാലിം ബിൻ ഉമൈർ എന്ന അനുയായി ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സ്വന്തം വീടിന്റെ ഉമ്മറത്ത് സമാധാനമായി ഉറങ്ങിക്കിടന്ന ആ 120കാരനെ സാലിം തന്റെ വാളിനിരയാക്കി. മദീന കണ്ട ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ ഈ കൊലപാതകം വിമർശനങ്ങളെ തളർത്തുന്നതിനു പകരം കൂടുതൽ രോഷത്തിനാണ് വഴിവെച്ചത്. അടുത്തതായി രംഗത്തു വന്നത് അസ്മാ ബിന്ത് മർവാൻ എന്ന സ്ത്രീയായിരുന്നു. തന്റെ ഗോത്രത്തിലെ വയോധികൻ കൊല്ലപ്പെട്ടതിൽ പ്രകോപിതയായ അവർ പ്രവാചകനെ പരിഹസിച്ചും മുസ്ലിങ്ങളെ ആക്ഷേപിച്ചും കവിതകൾ എഴുതി. ഗോത്രനിയമങ്ങൾ പ്രകാരം ഒരു സ്ത്രീയെ വധിക്കുന്നത് വലിയ അപമാനമായി കരുതിയിരുന്ന കാലമായിരുന്നു അത്. എന്നിട്ടും ഉമൈർ ബിൻ ഔഫ് എന്ന സഹാബി അവളെ വധിക്കാൻ തീരുമാനിച്ചു. കാഴ്ചശക്തി തീരെ കുറവായിരുന്ന ഉമൈർ രാത്രി അവളുടെ വീട്ടിൽ നുഴഞ്ഞുകയറി. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ അദ്ദേഹം കണ്ട കാഴ്ച ഏതൊരു മനുഷ്യന്റെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. തന്റെ 5ാമത്തെ കുഞ്ഞിനെ മാറോട് ചേർത്ത് മുലയൂട്ടിക്കൊണ്ട് ഉറങ്ങുകയായിരുന്നു അസ്മ. എന്നാൽ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല. ആ കുഞ്ഞിനെ സാവധാനം മാറ്റിക്കിടത്തിയ ശേഷം അദ്ദേഹം ആ സ്ത്രീയുടെ നെഞ്ചിലേക്ക് വാൾ കുത്തിയിറക്കി. പിറ്റേന്ന് രാവിലെ പ്രവാചകന്റെ അടുത്തെത്തിയ ഉമൈറിനെ അഭിനന്ദിച്ചുകൊണ്ട് നബി പറഞ്ഞു, അല്ലാഹുവിനെയും റസൂലിനെയും സഹായിച്ച ഒരാളെ കാണണമെങ്കിൽ നിങ്ങൾ ഉമൈറിനെ നോക്കൂ. ഇവിടെ അവസാനിച്ചില്ല. മദീനയിലെ ജൂതപ്രമുഖനും അതിസമ്പന്നനുമായ കഅബ് ഇബ്നു അഷ്റഫായിരുന്നു അടുത്ത ലക്ഷ്യം. ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശി നേതാക്കൾക്കായി വിലപിച്ചും മുസ്ലിം സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ കവിതകൾ രചിച്ചും കഅബ് വലിയ തലവേദനയായി മാറി. ഒടുവിൽ കഅബിനെ വധിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചു. ചതിയിലൂടെയല്ലാതെ അയാളെ വധിക്കുക അസാധ്യമാണെന്ന് നബിക്ക് അറിയാമായിരുന്നു. മുഹമ്മദ് ബിൻ മസ്ലമ എന്നൊരാൾ നബിയെയും ഇസ്ലാമിനെയും കഠിനമായി ചീത്ത പറഞ്ഞുകൊണ്ട് കഅബിനെ സമീപിച്ചു. താനും നബിയുടെ ഭരണത്തിൽ അസംതൃപ്തനാണെന്ന് വിശ്വസിപ്പിച്ച മസ്ലമ കഅബിന്റെ ആത്മമിത്രമായി മാറി. ഒരു രാത്രിയിൽ പണം നൽകാമെന്ന വ്യാജേന മസ്ലമയും സംഘവും കഅബിനെ വീടിന് പുറത്തേക്ക് വിളിച്ചു. തന്റെ ചങ്ങാതിമാരാണെന്ന് വിശ്വസിച്ച് പുറത്തിറങ്ങിയ കഅബിനെ തലയിലെ സുഗന്ധദ്രവ്യം മണപ്പിച്ചു കൊടുക്കുന്നതിനിടയിൽ അവർ പിടിച്ചു നിർത്തുകയും അതിക്രൂരമായി കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. ആ തലയറുത്ത് അവർ മദീനയിലെ തെരുവിലൂടെ കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഈ കൊലപാതകങ്ങൾ മദീനയിലെ ജൂതഗോത്രങ്ങൾക്കിടയിൽ വലിയ ഭീതി പടർത്തി. ഇതിനിടയിലാണ് ബനു ഖൈനുഖ എന്ന ജൂതഗോത്രവുമായി നേരിട്ടുള്ള സംഘർഷം ഉടലെടുക്കുന്നത്. ഇതിന്റെ തുടക്കം ഒരു ചന്തയിൽ നടന്ന നിസ്സാരമായ ഒരു സംഭവമായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീ ജൂതന്മാരുടെ സ്വർണ്ണക്കടയിൽ ചെന്നപ്പോൾ ജൂതന്മാർ ആ സ്ത്രീയുടെ വസ്ത്രത്തിന്റെ അറ്റം കസേരയിൽ കെട്ടിവെക്കുകയും അവർ എഴുന്നേറ്റപ്പോൾ വസ്ത്രം അഴിഞ്ഞുപോയി നഗ്നത വെളിപ്പെടുകയും ചെയ്തു. ജൂതന്മാർ കളിയാക്കി ചിരിച്ചപ്പോൾ പ്രകോപിതനായ ഒരു മുസ്ലിം ആ ജൂതനെ കൊന്നു. തുടർന്ന് ജൂതന്മാർ ആ മുസ്ലിമിനെയും വധിച്ചു. ഇത് ഒരു വലിയ ഗോത്രയുദ്ധമായി മാറി. മദീനക്കരാർ നിങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച പ്രവാചകൻ ബനു ഖൈനുഖയോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ബദറിൽ കണ്ടതുപോലെയല്ല, യുദ്ധം അറിയുന്നവരോടാണ് നിങ്ങൾ ഇപ്പോൾ മുട്ടുന്നത് എന്നായിരുന്നു അവരുടെ മറുപടി. തുടർന്ന് 15 ദിവസത്തോളം നബി അവരുടെ കോട്ട ഉപരോധിച്ചു. ആഹാരവും വെള്ളവും കിട്ടാതെ അവർ വലഞ്ഞു. ഒടുവിൽ അവർ കീഴടങ്ങി.
കീഴടങ്ങിയ അനേകം പുരുഷന്മാരെ ഒന്നടങ്കം വധിക്കാനായിരുന്നു നബിയുടെ ആദ്യ തീരുമാനം. എന്നാൽ മദീനയിലെ ശക്തനായ രാഷ്ട്രീയ നേതാവായിരുന്ന അബ്ദുള്ള ബിൻ ഉബയ്യ് ഇതിൽ ഇടപെട്ടു. തന്റെ സഖ്യകക്ഷികളായിരുന്ന ജൂതന്മാരെ രക്ഷിക്കാൻ അദ്ദേഹം പ്രവാചകനോട് തർക്കിച്ചു. നബിയുടെ അങ്കിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ 400ഓളം യോദ്ധാക്കളെ ഒറ്റ ദിവസം കൊണ്ട് കൊന്നൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വലിയൊരു ആഭ്യന്തര കലഹം ഭയന്ന മുഹമ്മദ് നബി അവരുടെ വധശിക്ഷ ഒഴിവാക്കി പകരം അവരെ മദീനയിൽ നിന്ന് ആജീവനാന്തം നാടുകടത്തി. തങ്ങളുടെ സമ്പാദ്യവും വീടും മണ്ണും ഉപേക്ഷിച്ച് അവർക്ക് സിറിയയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. സത്യത്തിൽ മുഹമ്മദ് നബി മദീനയിലേക്ക് വന്നത് ഒരു മധ്യസ്ഥനായിട്ടാണ്. എന്നാൽ തന്റെ രാഷ്ട്രീയ ബുദ്ധിയിലൂടെയും സൈനിക നീക്കങ്ങളിലൂടെയും അദ്ദേഹം അവിടുത്തെ പരമാധികാരിയായി മാറി. സ്വന്തം മണ്ണിൽ അന്യരായിപ്പോയ ജൂതഗോത്രങ്ങളെ ഓരോന്നായി ഭരണകൂടം പടിക്കു പുറത്താക്കി. വിയോജിപ്പുകളെ അടിച്ചമർത്തുന്ന ഈ തന്ത്രങ്ങൾ പിൽക്കാലത്ത് ലോകം കണ്ട വലിയ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അടിത്തറയായിരുന്നു. ഈ സംഭവങ്ങൾ കേവലം മതപരമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ കടുത്ത തീരുമാനങ്ങളായിരുന്നു എന്ന് വേണം കരുതാൻ. മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെപ്പോലെയുള്ള ചരിത്രകാരന്മാർ ഈ വസ്തുതകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രം എപ്പോഴും നമ്മെ അലോസരപ്പെടുത്തിയേക്കാം, പക്ഷേ അത് അറിഞ്ഞിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ബനു ഖൈനുഖയ്ക്ക് ശേഷം ബനു നളീറും ബനു ഖുറൈളയും എന്തു നേരിട്ടു? ഖുറൈശികൾ ഇതിനു പകരം ചോദിച്ച ഉഹ്ദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെന്തുപറ്റി? ചരിത്രത്തിന്റെ ആവേശകരമായ അടുത്ത അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചരിത്ര വിശകലനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക. നന്ദി.